നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ ഇന്നത്തെ പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കുന്ന ഫറൂഖിൻ്റെ അഭിമാനമായ ചെറുവണ്ണൂരിൽ ജനിച്ച് ഫറൂഖുകാരനായി മാറിയ ഞാൻ ഫറൂഖിൽ നിന്ന് ചെറുവണ്ണൂർക്കാരനായി മാറി, അദ്ദേഹം ചെറുവണ്ണൂരിൽ നിന്ന് ഫറൂഖുകാരനായി മാറിയ ശശിയേട്ടൻ എൻ്റെ ഗുരുതുല്യനായ വ്യക്തിയാണ്. അദ്ദേഹം എന്നെ ഈ പാതയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ വ്യക്തിത്വമുടമ, എനിക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള, സംഘടനാ പാഠവും നൽകിയിട്ടുള്ള, വളരെ ചെറുപ്പത്തിൽ തന്നെ എന്നെ കൈപ്പിടിച്ചുയർത്തിയ ശശിയേട്ടൻ ഈ യോഗത്തിന്, ഈ പുസ്തക ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന മുഹമ്മദ് ഷിയാസ്, പുസ്തകം പരിചയപ്പെടുത്തുന്ന സ്മിത പ്രമോദ്, പുസ്തകം ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട പ്രിയ വർഗീസ്, ആശംസകൾ അർപ്പിക്കുന്ന വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങൾ, സാഹിത്യത്തെയും കലയെയും സ്നേഹിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാർ, ജയക്കലിയുടെ പുസ്തകത്തിൻ്റെ പേര് ഞാൻ മലയാളീകരിച്ച് പറയുകയാണ്, അവസാന ഷെഡ്യൂൾ എന്നാണ്. ഇതിലെന്തോ ഒരു ദുരുദ്ദേശമുണ്ടോ എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ കലയെയും സാഹിത്യത്തെയും സ്നേഹിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാഠവം ഏത് മേഖലയിലാണെങ്കിൽ പോലും, സാഹിത്യത്തിലാണെങ്കിലും കലയിലാണെങ്കിലും നാടകത്തിലാണെങ്കിലും കവിതയിലാണെങ്കിലും ചെറുകഥയിലാണെങ്കിലും നോവലിലാണെങ്കിലും എല്ലാം ഒട്ടനവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പേരിൽ എനിക്കൊരു ദുരൂഹത തോന്നുന്നു. എൻ്റെ എഴുത്തു ജീവിതം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണോ എന്നുള്ളൊരു എൻ്റെ ഒരു തോന്നലാണ്. എനിക്കറിയില്ല, എൻ്റെ ആ പേരിൽ എന്തോ ഒരു ദുരൂഹത എനിക്ക് തോന്നുകയാണ്. ഏതായാലും അദ്ദേഹം അങ്ങനെ വല്ല മനസ്സിലുണ്ടെങ്കിൽ അത് കലയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പാപകം ആയിരിക്കും. അത് അദ്ദേഹം അങ്ങനെ മനസ്സിനുള്ളിൽ വല്ലതും തോന്നലുണ്ടെങ്കിൽ അത് മാറ്റിവെക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുകയാണ്. ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നത് പ്രശസ്ത സാഹിത്യകാരനായ മുഹമ്മദ് ഷിയാസ് അവർകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത് ശ്രീമതി സ്മിത പ്രമോദാണ്. അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശശിധരൻ ഫറൂഖ്, ഞങ്ങളെല്ലാം ശശിയേട്ടൻ എന്ന് വിളിക്കുന്ന ടി ശശിധരൻ എന്ന നാമധേയത്തിൽ അറിയുന്ന ശശിധരൻ ഫറൂഖ് എന്ന തൂലികാ നാമമുള്ള ശശിയേട്ടനെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യും. പുസ്തകം ഏറ്റുവാങ്ങുന്നത് പ്രിയ വർഗീസാണ്, ശ്രീമതി പ്രിയ വർഗീസാണ്. അവരെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആശംസകൾ നൽകുന്നത് രാമചന്ദ്രൻ മാസ്റ്ററാണ്. പി രാമചന്ദ്രൻ മാസ്റ്റർ, നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ യങ് മെൻസ് വായനശാലയുടെയും അതുപോലെ തന്നെ ഫറൂഖിലെയും മുഖമുദ്രയായ രാമചന്ദ്രൻ മാസ്റ്റർ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നാടക രചയിതാവ് VM കൃഷ്ണദാസിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റെസിഡൻസ് കോർഡിനേഷൻ്റെ പ്രസിഡന്റ് രാധാകൃഷ്ണനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാഹിത്യരംഗത്ത് ഒട്ടനവധി മേഖലകളിൽ പ്രവർത്തിക്കുന്ന ബഷീർ മാഷെ സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിലേക്ക്. മിസ്റ്റർ PC ഹരീഷിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ കലാസ്നേഹികളെയും സാഹിത്യ സ്നേഹികളെയും സ്വാഗതം ചെയ്തുകൊണ്ട്
ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നതിനായിട്ട് ഷിയാസിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ജേക്കിളിയുടെ ഈ ഒരു നോവല് വളരെ ചെറിയ നോവൽ. എനിക്ക് തോന്നുന്നു ഇതിനു മുന്നേയുള്ള നോവലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പക്ഷേ ഒരു 10 ചാപ്റ്റർ, ജേക്കിളിലെ 11 ചാപ്റ്ററോട് കൂടിയിട്ടുള്ള ഒരു ചെറിയ നോവലാണ്. ഒരു പക്ഷേ പുതിയ കാലത്തുള്ള വിദ്യാർത്ഥികളുടെ ഒക്കെ നമ്മൾ പറഞ്ഞ അറ്റൻഷൻ സ്പാനൊക്കെ വളരെ കുറവാണെന്ന്. ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ തന്നെ 1 മണിക്കൂർ സംസാരിക്കുക വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പഴയതുപോലെ ആനന്ദിനെ പോലെയുള്ള വലിയ 500 പേജുള്ള നോവൽസ് ഒന്നും പുതിയ കാലത്ത് എഴുത്തുകാരന് സാധിക്കുമെന്ന് എനിക്കറിയുള്ളൂ. പക്ഷെ എഴുത്തുകാരൻ്റെ ഈ സ്റ്റാമിന കുറേ ഉണ്ടാവാം. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മുടെ വായനക്കാരുടെ സ്റ്റാമിന വളരെ കുറവാണ്. അവരുടെ അറ്റൻഷനൊക്കെ നമുക്കറിയാം വളരെ എന്താ പറയുക, ഒരു അറ്റൻഷൻ എക്കണോമി. നിങ്ങളുടെ അറ്റൻഷന് വലിയ പൈസ കിട്ടുന്ന കാലമാണ് അല്ലേ. നമ്മളറിയാതെ നമ്മുടെ ഓരോ നോട്ടവും നിങ്ങളുടെ ഓരോ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾ ഓരോ സാധനം ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ തന്നെ നിങ്ങൾ ഒരു പുതിയ എക്കണോമിയെ കുറിച്ചൊക്കെ മാർക്സ് കാണാത്ത എക്കണോമിയുണ്ട്, അറ്റൻഷൻ എക്കണോമി. നിങ്ങൾ ശ്രദ്ധ കൊടുത്താൽ ഒരു വലിയ എക്കണോമി, വലിയ സാമ്പത്തിക പരിസരമായിട്ട് മാറുന്ന തരത്തിൽ ഒരു കാലത്ത് നമ്മൾ ജീവിക്കണം. സ്വാഭാവികമായിട്ട് ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ എങ്ങനെയാണ് പുതിയ ഒരു കാലത്തിന്റെ എഴുത്ത് പുതിയ കുട്ടികളോട് എങ്ങനെ സംവദിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷെ അദ്ദേഹം ചെറുതാക്കിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഞാനൊരു 1.5 മണിക്കൂർ കൊണ്ടാണ് വായിച്ചു തീർത്തത്. ഞാൻ വലിയ വേഗതയുള്ള വായനക്കാരനല്ല, പക്ഷേ 1.5 മണിക്കൂർ കൊണ്ട് അത് ആ രീതിയിൽ വളരെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ വളരെ ഹൃദയസ്പർശിയായ വളരെ സിമ്പിളായ ജേക്കിളിയുടെ ഭാഷയുടെ സവിശേഷതയാണ്. വളരെ ഓർഗാനിക്കാണ് അദ്ദേഹം. ഞാൻ കഴിഞ്ഞ പരിപാടിയിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഈ യോസയൊക്കെ പറയാറുണ്ട്. യോസ തിയേറ്റർ ലോകപ്രശസ്തനായിട്ടുള്ള നോബൽ ലോറേറ്റ് ആയിട്ടുള്ള എഴുത്തുകാരനാണ് യോസയുടെ എഴുത്ത് ജീവിതം തുടങ്ങുന്നത് നാടകത്തിലൂടെയാണ്. അപ്പോൾ ആ രീതിയിൽ നാടകത്തിൽ നിങ്ങൾ പറയാ ഒരു ഡയലോഗ് ഷട്ടിൽ കളിക്കുന്ന പോലെ എന്ന് പറയാം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു സ്കില്ല് വന്നാൽ ഒരു യഥാർത്ഥ ഒരു ഇൻസെന്റെയോ അല്ലെങ്കിൽ ബെർണാഡ് ഷേയുടെ ഒക്കെ നാടകം വായിച്ചാൽ മനസ്സിലാവുന്ന നമുക്ക് അതിനെ ഒരു നല്ല ഷട്ടിൽ പ്ലേയേഴ്സ് കളിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് വരുന്നതിനെ കുറിച്ച് പറയുന്നു. അപ്പം ആ രീതിയിൽ ആ ക്രാഫ്റ്റ് നമ്മുടെ ജേക്കിളിക്ക് ഉണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇതിലും ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നല്ല കോൺവെർസേഷൻസ് ഉണ്ട്. രസകരമായ നമുക്കിനെ ഉരുളക്കുപ്പേരി എന്നൊക്കെ പറയുന്ന പോലുള്ള കോൺവെർസേഷൻസ് വരും. പുതുതായി പുസ്തക പരിചയമാണ് ശ്രീമതി പിതാ പ്രമോദ്. നമ്മുടെ പുസ്തകം എന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷനാണ്, നമ്മുടെ മനസ്സാണത്. അതങ്ങ് അടയാളപ്പെടുത്തി വെച്ചത് നമ്മൾ ഇഷ്ടപ്പെട്ടവർ വായിക്കുമ്പോഴാണ് നമുക്ക് ഇഷ്ടം. അല്ലാതെ ഈ ബുക്ക് കച്ചവടം ചെയ്യാൻ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പബ്ലിഷറോട് നമ്മൾ ഇതിന്റെ സെയിലിങ്ങും കൂടെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരത് ചെയ്തോളും. അതല്ല, നമ്മൾ എന്നും കാണുന്ന ആളുകളെ, നമ്മൾ കണ്ടു ചിരിക്കുന്ന ആളുകളെ, നമ്മൾ സംസാരിക്കുന്ന ആളുകളെ, നമ്മൾ അടുത്തിടപഴകുന്ന ആളുകളെ, അവർ നമ്മുടെ പുസ്തകം വാങ്ങി വായിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം നമ്മൾ അവരെ അറിയുന്നു, നമ്മുടെ മനസ്സ് അവരെ അറിയുന്നു, നമ്മളെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ആ പുസ്തകം തീർച്ചയായും വാങ്ങി വായിക്കണം. അതിന് എത്ര പേജുണ്ട്, കഥ നിങ്ങളെ എത്രമാത്രം രസിപ്പിക്കുന്നു എന്നൊന്നുമില്ല. അത് എല്ലാ നോവലും എല്ലാവർക്കും ഇഷ്ടമാവില്ല. ഏത് പ്രശസ്തമായ നോവലിനെയും ക്രിട്ടിസൈസ് ചെയ്യാം നമുക്ക്, ആരുടെയും ആവട്ടെ. അത് MT-യുടെ ആവട്ടെ, രാമനുണ്ണിയുടെ ആവട്ടെ, സുസ്മേഷ് ചന്ദ്രോത്തിന്റെ ആവട്ടെ, കമല സുരയ്യയുടെ ആവട്ടെ, ആരുടെയും ആവട്ടെ, വായിക്കുന്ന വായനക്കാർ മാറുന്നതിനനുസരിച്ച് ആ നോവലിന്റെ ആസ്പെക്റ്റും മാറുന്നു. വായിക്കുന്ന ആൾ എങ്ങനെയാണോ വായിക്കുന്നത് അതാണ് ആ നോവൽ, അല്ലെങ്കിൽ അതാണ് ആ കഥ. ഞാൻ വായിക്കുന്ന പോലെ ആയിരിക്കണം എന്നില്ല ഫാറൂഖ് ആ ബുക്ക് വായിക്കുക, അതുപോലെ ആവണമെന്നില്ല ഹരീഷ് സാർ അത് വായിക്കുന്നത്, അതുപോലെ ആവില്ല ചിലപ്പോൾ ജയശങ്കർ അത് വായിക്കുന്നത്. ഓരോ പ്രാവശ്യവും വായിക്കുന്നതിനനുസരിച്ച് പുസ്തകത്തിന്റെ ടേസ്റ്റും രീതിയും ഒക്കെ മാറും. ഒരു പുഴയിൽ നമുക്ക് ഒരിക്കലേ കുളിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? രണ്ടാമത് എന്താ കുളിക്കാൻ പറ്റാത്ത? ആ വെള്ളം പോയിട്ടുണ്ടാവും, ആ പുഴ പോയി വേറെ പുഴയാണ് പിന്നെ വരുന്നത്. അതേപോലെയാണ് ഓരോ പുസ്തകങ്ങളും. ഓരോ വായനയിലും ഓരോ തവണ വായിക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഓരോരോ ഭാഗങ്ങളാവും, ഓരോരോ ആസ്പെക്റ്റ് ആയിരിക്കും. അപ്പോൾ വായിക്കണം, കൃത്യമായി വായിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കഥ വായിക്കുന്നു, നോവൽ വായിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു കഥാകാരനെ കൂടി വായിക്കപ്പെടുകയാണ്. അയാൾ ഓർമ്മപ്പെടുത്തലുകൾ എത്ര മനോഹരമായാണ് നിങ്ങളുടെ ഈ ഒരു ചുറ്റുപാടിനെ, നിങ്ങളുടെ ഈ നാടിനെ. ജയശങ്കർ എവിടെയും പോയി അമേരിക്കയെ കുറിച്ചോ ലണ്ടനെ കുറിച്ചോ ഒന്നുമല്ല ജയശങ്കർ എഴുതുന്നത്. നിങ്ങളുടെ നാടിനെ കുറിച്ചാണ്, നിങ്ങളുടെ നാട്ടിലുള്ള ആളുകളെ കുറിച്ചാണ്. തൊട്ടപ്പുറത്തുള്ള ആളുകളെ കുറിച്ചും അവരുടെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക കാര്യങ്ങളാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പം നിങ്ങളാണ് അത് കൂടുതലായി വായിച്ചറിയേണ്ടത്. നിങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ, ഈ ഒരു ചുറ്റുപാട്, ഇവിടുത്തെ സംസ്കാരം എന്ത്, ഇവിടുത്തെ ആചാരങ്ങൾ എന്ത്, ഇവിടുത്തെ ജാതി വ്യവസ്ഥ എന്ത്, ഇപ്പോഴത്തെ അല്ല 90 കാലഘട്ടങ്ങളിലെ ജാതി വ്യവസ്ഥ എന്തായിരുന്നു, സാമൂഹികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലിയിലായി എന്നതുകൊണ്ട് മാത്രമാണ് പ്രഭാവതി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അങ്ങനെ ആയിട്ടുണ്ടാവുക. എന്ന് വെച്ചാൽ ഒരു നിസ്സഹായാവസ്ഥ ഉണ്ട് സ്ത്രീകൾക്ക് എന്നല്ല. സ്ത്രീകളുടെ നിസ്സഹായാവസ്ഥ എന്താന്ന് വെച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും, എത്ര കാലത്ത് എങ്ങനെയൊക്കെ സ്ത്രീ ഉയരത്തെത്തിയാലും ഇവിടുത്തെ സൊസൈറ്റിക്ക് ഒരു രൂപമുണ്ട്, ഒരു സ്ട്രക്ചറുണ്ട്. അതൊരു
എങ്ങനെയുള്ള സ്ട്രക്ചർ തന്നെയാണ്? അത് ആൺകോയ്മയിലുള്ള സ്ട്രക്ചർ തന്നെയാണ്. അല്ല എന്ന് നമ്മൾ എത്ര വാദിച്ചിട്ടും കാര്യമില്ല. അത് നമ്മൾ ഏതൊക്കെ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ പോലും, ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ്, അതേപോലെ തന്നെയാണെങ്കിലും ഇപ്പം എൻ്റെ വീട്ടിൽ മാത്രമെന്നല്ല, ഞാൻ പലയിടത്തും കാണുന്ന കാര്യമാണ്. സാലറിയുടെ കാര്യത്തിൽ ചിലപ്പോൾ വൈഫായിരിക്കും കൂടുതൽ സാലറി ഒക്കെ വാങ്ങുന്നത്. എന്നാൽ പോലും ഒരേ സമയത്ത് വൈഫും ഹസ്ബൻഡും കൂടെ ഒന്നിച്ച് വീട്ടിലേക്ക് കയറി വന്നാൽ ആദ്യം ചായ ഇടാൻ പോവുക ആരായിരിക്കും? ചായയിൽ നിന്ന് തുടങ്ങാം നമുക്ക്. മിക്കവാറും 80% എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ആ ലേഡി ആയിരിക്കും പോവുക. അവർ ചായ ചിലപ്പോൾ കുടിക്കുന്നുണ്ടാവില്ല, എന്നാൽ പോലും അത് അയാൾ നിർബന്ധിച്ച് പറയുന്നതല്ല, അയാൾ വാശി കാണിക്കുന്നതല്ല, അയാൾ ദേഷ്യപ്പെടുന്നതല്ല. അവർ സ്വമേധയാ എവിടെ നിന്നൊക്കെയോ പഠിച്ചെടുത്ത ഒരു രീതിയാണത്. നമ്മൾ അതിലാണ് ഇപ്പൊ സന്തോഷം കണ്ടെത്തുന്നത്. ഞാൻ പോലും എൻ്റെ ഹസ്ബൻഡ് ഒറ്റയ്ക്ക് ചായ ഉണ്ടാക്കി കുടിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് കുടിക്കുന്നതാ. അതെന്തുകൊണ്ടാ? അത് നമ്മളത് അങ്ങനെ ഒന്ന് ശീലിച്ച് കണ്ട് കേട്ടറിഞ്ഞ് അതിൽ നിന്ന് സന്തോഷം അനുഭവിച്ച് മനസ്സിലാക്കി എന്നുള്ളത്. സമയമില്ലായ്മ കൊണ്ട് മാറ്റി പറയാറും ഒരു ചായ ഇട്ടവരോ എന്ന് ചോദിക്കാറും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ശീലം അതാണ്. 4 ആളുകളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ ഇപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ നിന്നുകൊണ്ട് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കേന്ദ്ര കഥാപാത്രമാക്കി എന്ന് വെച്ചിട്ട് ഒരു വലിയ സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ അത്ര വലിയ ആഘോഷമാക്കി ഒന്നും ഇറക്കിയ ബുക്കല്ല ഇത്. ഒരു സാധാ നമ്മൾ ഈ 10 പേര് ചേർന്നിട്ടുള്ള പ്രകാശനം ചെയ്യുന്ന ഈ പുസ്തകത്തിൽ പോലും അങ്ങനെ ഒരു സ്ത്രീക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുത്തു. അവരുടെ നിസ്സഹായ അവസ്ഥയെ അത്ര കൃത്യമായി എഴുതി ഫലിപ്പിക്കാൻ ഒരു സ്ത്രീയേക്കാൾ ജയശങ്കറിന് സാധിച്ചു. അതാണ് അവിടെ പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യം. അതെങ്ങനെ സാധിച്ചു എന്ന് സംശയം തോന്നാറുണ്ട്. ഒരു സ്ത്രീക്കാവാം, സ്ത്രീ അത് അനുഭവിക്കുന്നുണ്ടല്ലോ, അപ്പൊ അത് എഴുതി വെക്കാൻ സാധിക്കും. ഒരു പുരുഷൻ അതെങ്ങനെ സാധിച്ചു, എങ്ങനെ അവരെ മനസ്സിലാക്കാൻ പറ്റി ഇത്രമാത്രം? അങ്ങനെ ഒരു സിറ്റുവേഷനിലുള്ള ഒരു സ്ത്രീയുടെ മനസ്സ് അതായിരിക്കും. അവരങ്ങനെയൊക്കെ ചിന്തിച്ച് പോവാം. അവരങ്ങനെ രക്ഷപ്പെടുത്താൻ ഒരാളില്ലാതെ ഇരിക്കുന്ന അവസ്ഥയിൽ അണ്ണാനെ നമ്മുടെ വശത്തേക്ക് ആക്കാൻ എന്തോ ചെയ്യൂലേ? എന്താ ചെയ്യുക? അണ്ണാനെ ഇങ്ങനെ പിടിച്ചാൽ ഇണക്കാൻ എന്താ ചെയ്യുക? ചിലരൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അണ്ണാനെ വെള്ളത്തിലിടും ഇത്രേ. അപ്പൊ അണ്ണാൻ അതി കിടന്ന് ഇങ്ങനെ തട്ടി പഠിക്കുമ്പോൾ കൈ വെച്ച് കൊടുക്കുന്നു. അപ്പൊ ആ കൈയിലേക്ക് കയറുമ്പോൾ ആ ആളിനെ, ആ സ്മെല്ല് ചെയ്യുന്ന ആളിനെ ആ അണ്ണാൻ ചത്തു പോകുന്നവരെ അതിന് ഭയങ്കര സ്നേഹമാവും ഇത്രേ. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ ഏറ്റവും നിസ്സഹായ അവസ്ഥയിൽ ആസ് എ ലേഡികൾ, ഒരു സ്ത്രീയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ വളരെ നിസ്സഹായ അവസ്ഥയിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒരു ചെറിയൊരു കൈ ഒന്ന് നീട്ടിയിട്ട് ആരെങ്കിലും കാണിച്ചാൽ അറിയാതെ അതിൽ പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു പോകും. അതെന്താ വെച്ചാൽ ഒരു ഡിപ്പെൻഡൻസിയിലാണ് ഓരോ സ്ത്രീയും വളർന്നു വരുന്നത്. ഒരു പെൺകുട്ടിയെ അങ്ങനെയാണ് സൊസൈറ്റി വളർത്തിയെടുക്കുന്നത്. നീ ഒറ്റയ്ക്ക് ഇന്ന കാര്യം ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞിട്ടല്ല. നീ അച്ഛൻ്റെ കൂടെ പോകണം, ഏട്ടൻ്റെ കൂടെ പോകണം, അച്ഛനോട് ചോദിക്കണം, എന്തിന് അനിയനോട് വരെ സമ്മതം ചോദിച്ചിട്ട് പോയി കാര്യങ്ങൾ ചെയ്യേണ്ട ലേഡീസൊക്കെ 90 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നുണ്ട്. അവരിപ്പോഴും അതേ ശീലം വെച്ച് പുലർത്തുന്നുണ്ട്. ഇപ്പോഴാണ് നമ്മൾ രണ്ട് പപ്പടം ഉണ്ടെങ്കിൽ 2 പേർക്കും കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാക്കുകയും ഒരു പപ്പടാണെങ്കിൽ കാച്ചാതിരിക്കുകയും ചെയ്യുന്ന കാലമൊക്കെ ഇപ്പോൾ വന്നതാ. അതിന് മുമ്പായിരുന്നു വെച്ചെങ്കിൽ ഒരു പപ്പടാച്ചാലും കാച്ചും, ഒരു മോനാണുള്ളതെങ്കിൽ അവന് തന്നെ കൊടുക്കും. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ, അവൻ ചിരിക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. അങ്ങനെയൊന്നല്ല, അങ്ങനെ ആയിരുന്നു. അപ്പോൾ പെൺകുട്ടികൾ ഇല്ലായ്മകൾ അറിഞ്ഞു വളരണം. ചെന്നു കയറുന്ന വീട്ടിൽ അങ്ങനെയാണെങ്കിലും അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. അതാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് വീടില്ല. മറ്റത് നമുക്ക് ഇറങ്ങിപ്പോണ്ട വീട്, മറ്റത് ചെന്ന് കയറിയ വീട്, ഇങ്ങനെയൊക്കെ കൂടെ പറഞ്ഞിട്ട് ഇപ്പം പിന്നെ നമ്മൾ ഹൗസിംഗ് ലോണൊക്കെ എടുത്തിട്ട് നമ്മുടെ പേര് സ്ഥലം വാങ്ങി വീടുണ്ടാക്കുമ്പോൾ ഇപ്പം അത് നമ്മുടെയാണ്. എന്നാൽ പോലും പറയുന്നു, ഈ ഇപ്പം എവിടുന്നാ വരണേ? ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണോ അതോ അച്ഛൻ്റെ അടുത്തു നിന്നാണോ എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. ഇന്നും ചോദിച്ചു ഒരാൾ, എവിടുന്നാ വരണേ? ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണോ അച്ഛൻ്റെ വീട്ടിൽ നിന്നാണോ? ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് വന്നേ, ഞാൻ ഉണ്ടാക്കിയ വീട്ടിൽ നിന്നാണ് വന്നേ. പക്ഷേ ഞാൻ പറഞ്ഞു അല്ല, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് വരണേന്ന്. വരുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒരാളെ കണ്ടപ്പോഴാണ് പറഞ്ഞേ. ഞാനത് പറഞ്ഞുകൊണ്ട് ഉള്ളി ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ സത്യമായിട്ട് ഞാൻ പറഞ്ഞത്, ഞാൻ ഉണ്ടാക്കിയ വീട്ടിൽ നിന്ന്, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് വന്നത്. ഹസ്ബൻഡിൻ്റെ വീടും അല്ല, എൻ്റെ അച്ഛൻ്റെ വീടും അല്ല. പക്ഷേ അത് ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. പക്ഷെ എത്ര പെൺകുട്ടികൾക്ക് അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ സൊസൈറ്റി അതിനെ സമ്മതിക്കുന്നു എന്നെനിക്ക് അറിയില്ല കേട്ടോ. ഇപ്പൊ കുറെ മാറ്റങ്ങൾ വന്നു എന്ന് പറയുന്നു. പക്ഷേ ഇതൊന്നും ഒരു പുരുഷന് നിർബന്ധമായി ചെയ്യുന്നതല്ല, അതെനിക്കറിയാം. ഈ പ്രശ്നങ്ങളൊന്നും ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നതല്ല. സ്ത്രീകൾ സ്വമേധയാ വാങ്ങി വിനയം കൊണ്ടും ബഹുമാനം കൊണ്ടും വലിയ മനസ്സുകൊണ്ടും ലാളിത്യം കൊണ്ടും വാങ്ങി തലയിൽ വെക്കുന്നതാണ്.
എൻ്റെ വീട്ടിലൊക്കെ എന്നെ പഠിപ്പിക്കാൻ എൻ്റെ അമ്മയേക്കാൾ എൻ്റെ അച്ഛനാ ഉത്സാഹം കാണിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തീർച്ചയായും പറയാൻ പറ്റും, എൻ്റെ മോൻ എന്നെ എത്രയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് എന്നോട് ഒരിക്കലും ആ വീട് നിൻ്റെ ആണെന്ന് പറയരുത് എന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ നെയിം ബോർഡാണ് എൻ്റെ വീടിൻ്റെ ഗേറ്റിലുള്ളത്, നിങ്ങൾക്ക് വേണേൽ വന്നാൽ കാണാം. എൻ്റെ പേരാണ് എഴുതി വെച്ചത്, എൻ്റെ രജിസ്ട്രേഷൻ നമ്പറാണ്, എൻ്റെ അഡ്രസ്സാണ് ഇരിക്കുന്നത്. ഓക്കെ, അത് പക്ഷേ ഇന്നും പറ്റുന്നുണ്ടോ എല്ലാവർക്കും എന്ന് എനിക്കറിയില്ല. പറ്റണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ കഥയോടൊപ്പം അത് എന്തിനു പറഞ്ഞു വെച്ചു എന്ന് വെച്ചാൽ, ഈ കഥ അതാണ് പറഞ്ഞു വെക്കുന്നത്. ഒരു സ്ത്രീയുടെ നിസ്സഹായാവസ്ഥയും അവർ സ്വയം പര്യാപ്തയാവുന്നതും അവസാനം അവർ രക്ഷപ്പെടുമ്പോൾ പോലും അതിനുള്ളിൽ എങ്ങനെയാണ് അവർ രക്ഷപ്പെട്ടതെന്ന് വളരെ മോശം രീതിയിൽ പോലും ചിന്തിക്കുന്ന, മനസ്സിൽ അപ്പോഴും വരുന്നത് ഇവരെന്തോ ഉടായ്പിലൂടെ രക്ഷപ്പെട്ടതാണ്. അതാണോ ജയശങ്കർ പറഞ്ഞു വെച്ചത് എന്നറിയില്ല. ജയശങ്കറിന്റെ നോവലിന് ഒരു പ്രത്യേകതയുണ്ട്. അത് നമുക്ക് തീരുമാനിക്കാം, ആ സ്ത്രീ എങ്ങനെയാണ് ആ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തത്, എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടർ അവർ വളർത്തിയെടുത്തതെന്ന് ആരും നിർബന്ധമായി പറയുന്നില്ല. ജയശങ്കർ അത് പറഞ്ഞു വെക്കുന്നേ ഇല്ല. നമുക്ക് തീരുമാനിക്കാം അവരത് എങ്ങനെയാണ് ആയിട്ടുള്ളതെന്ന്. അപ്പം അതുകൊണ്ട് ഇനിയും ഞാൻ പറഞ്ഞ 56 പേജല്ലേ ആകെ ഉള്ളത്. ഇനിയും ഞാൻ പറഞ്ഞാൽ മുഴുവൻ ഞാൻ പറയും, അപ്പം നിങ്ങൾ വായിക്കില്ല. അപ്പം അതുകൊണ്ട് ബാക്കി നിങ്ങൾ വായിക്കണം. പ്രമാവതിയെ നിങ്ങൾ അറിയണം, നിങ്ങളുടേതായ രീതിയിൽ അതിനെക്കുറിച്ച് ചിന്തിക്കണം, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം. കൂടെയുള്ള സ്ത്രീകൾക്ക് അങ്ങനെ ഒരു നിസ്സഹായാവസ്ഥ വരാതിരിക്കാൻ ഒരു തവണയെങ്കിലും ചിന്തിക്കാനുള്ള മനസ്സ് ഈ പുസ്തകം തരട്ടെ എന്ന് ആത്മാർത്ഥമായും ആഗ്രഹിക്കുന്നുണ്ട്. ജയശങ്കറിന്റെ വൈഫിന് അങ്ങനെ ഒരു സ്ഥാനം കിട്ടുന്നുണ്ടാവുമെന്ന് തീർച്ചയായും വിചാരിക്കുന്നു. ഇപ്പൊ കാണുന്ന ചിരിയിലും ആ കാണുന്ന പ്രമാവതിയിലും ഞാനൊരു ശക്തയായ സ്ത്രീയെ കാണുന്നു. അപ്പൊ ഒരു സ്ത്രീയെ പരിചയപ്പെട്ട ഒരു കാഴ്ചപ്പാടിൽ നിന്നാണല്ലോ ആളത് എഴുതിയിട്ടുണ്ടാവുക. അപ്പൊ അത് കൂടെ ജീവിക്കുന്ന സ്ത്രീക്ക് അതിൽ വലിയ പങ്കുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു സ്ത്രീയെ വളർത്തിയെടുക്കാൻ കൂടെ നിന്ന് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം, ആശംസ അറിയിക്കുന്നു. ഭാഗ്യവതിയാണ്, ഇങ്ങനെ എഴുതുന്ന ഒരാളുടെ ഭാര്യയാവാൻ പറ്റിയല്ലോ. ചെറിയ കാര്യമൊന്നുമല്ല, വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ജയശങ്കറിന്റെ എഴുത്ത് ജീവിതത്തിന് എല്ലാവിധ ആശംസകളും. കൂടുതൽ പറയാതിരുന്നത് മനഃപൂർവ്വമാണ്. നിങ്ങൾ വായിക്കണം, വായിച്ചറിയണം. ഇന്നത്തെ ഈ ചടങ്ങിന് എത്താൻ സാധിച്ചതിലും നിങ്ങളെ ഓരോരുത്തരെയും കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. ജയശങ്കർ ഒരു പ്രത്യേക വ്യക്തിത്വത്തിനുടമയാണ്. അദ്ദേഹം പലപ്പോഴും ഒരു ഒറ്റയാൾ പട്ടാളമായി മാറാറുണ്ട്. തനിക്ക് ശരിയാണ് എന്ന് തോന്നുന്ന പാതയിലൂടെ അദ്ദേഹം മുന്നേറാറുണ്ട്. പിന്തിരിഞ്ഞു നോക്കാറില്ല കൂടെ ആരുണ്ട്. ഒരു അപൂർവ ക്വാളിറ്റിയാണ് അതൊരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം നോവലിസ്റ്റാണ്. ഇത് 3ാമത്തെ നോവലാണെന്നാണ്. നല്ലൊരു നാടകകൃത്താണ്, നാടക സംവിധായകനാണ്, അഭിനേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീലജയും അഭിനയിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം ഒരു ചരിത്രകാരനാണ്, കവിയാണ്. അങ്ങനെ വൈവിധ്യമാർന്ന ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പൊതുപ്രവർത്തകനാണ്, പൊതുരംഗത്തെല്ലാം തന്നെ ഇടപെടുന്ന ആളുമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒറ്റയാൾ പട്ടാളം പലപ്പോഴും തനിക്ക് ശരിയെന്ന് തോന്നുന്ന പാതയിലൂടെ മുന്നേറുന്ന ആളാണ് അദ്ദേഹം. ഇതൊരു അപൂർവ ക്വാളിറ്റിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പലരും പിൻവാങ്ങുന്നതിലേക്ക് മുന്നോട്ട് കാലെടുത്ത് വയ്ക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തി പൊതുരംഗത്തു നിന്നും സാംസ്കാരിക രംഗത്തു നിന്നും ആർജിച്ചെടുത്ത ശക്തിയാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ സാഹിത്യരചനകളിൽ പ്രതിഫലിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹനീയ വ്യക്തിത്വങ്ങളെ, ഇന്നത്തെ മുഖ്യ അതിഥിയായ ശ്രീ ജയശങ്കർ സാറിന് ഒരുപാട് സന്തോഷത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഇത്രയും സമ്പന്നമായൊരു വേദി പങ്കിടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇങ്ങനെയൊരു പ്രകാശന ചടങ്ങിലും ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അത് ഈ സ്കൂളിലെ പ്രധാന അധ്യാപിക എന്ന നിലയിലാണ് ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അഭിമാനമുള്ള നിമിഷം കൂടിയാണ്.
കാരണം അദ്ദേഹം ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അധ്യാപകരും ആഗ്രഹിക്കുക എല്ലാവരും വലിയ നിലയിൽ ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആയി പോകണമെന്നാണ്. ഒരു അധ്യാപിക പോലും ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഒരു കലാരംഗത്തേക്ക് പ്രോത്സാഹിപ്പിച്ച് വിടുന്നുള്ളത്. പ്രത്യേകിച്ച് പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സമയത്തെ പഠന രീതി തന്നെ അതിൻ്റെ പ്രോത്സാഹനം നൽകുന്ന തരത്തിലാണ്. എന്നാലും നമ്മളും ഒക്കെ പഠിച്ചൊരു കാലഘട്ടം നമുക്കറിയാം, അതിന് വേണ്ട ഒരു പ്രോത്സാഹനങ്ങളൊന്നും സ്കൂളിൽ നിന്ന് തന്നെ ലഭിച്ചിരുന്നില്ല. എന്നിട്ടും ഈ ഒരു കലാരംഗത്തൊക്കെ എത്തിച്ചേരുക എന്നത് തന്നെ വലിയൊരു കഴിവും അദ്ദേഹത്തിന് അതിനുള്ള കലാവാസന ഉള്ളത് കൊണ്ട് തന്നെയാണ്. നോവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വായിച്ചിരുന്നു, നിസ്സഹായ ഒരു പ്രമാവതിയിൽ നിന്നും ശക്തിയായ ഒരു പ്രമാവതിയിലേക്ക് എത്തിച്ചേരുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. മുൻപുള്ളവരൊക്കെ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് വായനക്കാരുടെ സ്വാതന്ത്ര്യത്തിലാണ്. നമുക്ക് എന്തും അതിൽ അവസാനിപ്പിക്കാൻ, ഒരു ശുഭമായി വേണമെങ്കിൽ അവസാനിപ്പിക്കാം, അതല്ലെങ്കിൽ അതൊരു വിഷമമുള്ള രീതിയിൽ വേണമെങ്കിലൊക്കെ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യമാണത് എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ളതിൽ. അതുപോലെ എല്ലാവരും പറയുന്ന പേരുകൾ, എൻ്റെ ഹസ്ബൻഡ് രാവിലെ എടുത്തിട്ട് പുസ്തകം മറിച്ച് ഇത് വായിച്ചില്ലേന്ന് ചോദിച്ചു. ഇതിനെക്കുറിച്ചാണ് പറയേണ്ടത്, വായിച്ചില്ലേന്ന് ചോദിച്ചു. പ്രഭാവതി എന്നാണ് കേട്ടോ അതിൻ്റെ നായികയുടെ പേര്. കാരണം അവിടെ തന്നെ തെറ്റി പ്രമാവതിയാണെന്ന് പറഞ്ഞു. ഇപ്പം അതുപോലെ സോഹനൻ, വലാസനൻ, ഇതൊക്കെ വ്യത്യസ്തമായ പേരുകളാണ്. വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഈ കഥാപാത്രങ്ങളോടൊപ്പം തന്നെ കോമൻകാവും പ്ലൈവുഡ് കമ്പനിയും ഈ കുന്നുംപുറമൊക്കെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. വായിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പിക്ചർ, ഞാനൊരു ഫറൂഖുകാരിയല്ല, എന്നിട്ടും കൂടെ കുന്നുംപുറം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ആ ചെനപ്പറമ്പ് ആ ഭാഗമൊക്കെയാണ്. കമ്പനി എന്ന് പറയുമ്പോൾ ഓട്ട് കമ്പനിയും അതുപോലെ റെയിൽപാളത്തിലൂടെ നടന്നു പോകുന്ന ആ രണ്ട് സൈഡിലെ കാടും ഒക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നോ എന്നുള്ളതാണ്. ഒരു ഫറൂഖുകാരി അല്ലാഞ്ഞിട്ട് കൂടി നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ഈ ഇടയിൽ തന്നെ ഉണ്ടാവും ഇതിലെ കഥാപാത്രങ്ങൾ മിക്കവാറും. നിങ്ങൾക്ക് ഒന്നും കൂടെ അത് കണക്ട് ചെയ്യാനും സാധിക്കും നന്നായിട്ട്. ഞാനൊരു പുറത്തുള്ള ഒരാളായിട്ട് കൂടി വല്ലപ്പോഴും ഇവിടെ കുറച്ചായിട്ടുള്ളൂ, ഒരു വർഷം ആവുന്നേ ഉള്ളൂ ഈ നാട്, എന്നിട്ട് എനിക്കത് അത്രയും കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും നന്നായിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ വലിയ പുസ്തകങ്ങൾ ഇപ്പോൾ നമുക്ക് വലിയൊരു ഭാരം തന്നെയാണ്. സിനിമ അടക്കം നമ്മൾ സ്കിപ്പ് അടിച്ച് കാണുന്നൊരു അത്ര പോലും നമുക്ക് ക്ഷമയില്ലാതെ റീൽസുകളുടെ ഒരു കാലഘട്ടം നമ്മളെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും സിനിമകൾ തന്നെ നമ്മൾ പലപ്പോഴും സ്കിപ്പ് അടിച്ചിട്ട് കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഒരു പുസ്തകം എല്ലാവർക്കും പെട്ടെന്ന് വായിച്ചു തീർക്കാൻ കഴിയുമെന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. ചിലരങ്ങനെയാണ് തെളിഞ്ഞ് വരികയാണ് ചെയ്യുക. അത് കാലം വരുത്തി വെക്കുന്ന അനുഭവങ്ങൾ മൂർച്ച കൂട്ടുന്ന തെളിമ ഈ എഴുത്തിൻ്റെ വഴിയിൽ ഈ പുസ്തകത്തിലൂടെ ജയശങ്കർ കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തൊരു കാര്യം അതാണ്. രണ്ടാമത്, ജയശങ്കറിനെ ഞാൻ അറിയുന്നത് തികഞ്ഞ ഒരു ശാസ്ത്ര യുക്തിബോധത്തോടു കൂടി ചിന്തിക്കുകയും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സജീവ പ്രവർത്തകനായി 1991 കാലത്തെ നമ്മുടെ സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഭാഗമായി പ്രവർത്തിച്ചതിൻ്റെ ഓർമ്മകൾ അടുക്കി വെച്ചാണ് ഞാൻ ജയശങ്കറുമായി പരിചയപ്പെടുന്നത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിലുള്ള ചില പരിചയങ്ങൾ മാറ്റി നിർത്തി പിന്നീടാണ് ഈ എഴുത്തിൻ്റെ വഴിയിലൂടെ, അതേപോലെ തന്നെ നാടക വഴി, അതും ജയശങ്കർ സ്വന്തം കണ്ടെത്തിയിട്ടുള്ള, ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ ഒരൊറ്റയാണ്. വഴികളൊക്കെ സ്വയം തിരഞ്ഞെടുക്കുന്നതാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് ഒറ്റയാൻ എപ്പോഴും അപകടകാരിയായിരിക്കും എന്നുള്ളതാണ്. ഈ അപകടം പോസിറ്റീവായി മാറാനാവശ്യമായിട്ടുള്ള ഒരു സാമൂഹ്യ ബന്ധം നമ്മുടെ ജയശങ്കറിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ സഞ്ചാരം സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ആയിരിക്കും എന്ന് ഈ പുസ്തകം തെളിയിക്കുന്നു. കഥ ഞാൻ വായിച്ചിട്ടില്ല, അതിലൂടെ ഒന്ന് സഞ്ചരിച്ചു മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടുന്ന് പുസ്തകം കിട്ടി, ഞാൻ വായിച്ചത് അതിൻ്റെ പശ്ചാത്തലമാണ്. ഫറൂഖിന് സ്വാതന്ത്ര്യ സമര കാലം മുതൽക്ക് അതിനു മുമ്പ് കാലം മുതൽക്കുള്ള ഒരു ചരിത്രത്തിൻ്റെ അതിവിശാലമായൊരു പ്രതലമുണ്ട്. അതിനോട് ജയശങ്കർ കോമൻകാവ് കൂടി ചേർത്ത് വെക്കുകയാണ്. അത്
ചരിത്രമുറങ്ങുന്ന ധാരാളം കഥാപാത്രങ്ങൾക്ക് അല്ലെങ്കിൽ ജീവിത ബന്ധങ്ങൾക്ക് വഴിമരുന്നിട്ടുള്ള പശ്ചാത്തലവും കൂടിയാണ്. അത് നേരത്തെ പ്രിയ ടീച്ചർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. വന്നു പോകുന്നവർക്ക് പോലും ജയശങ്കറിൻ്റെ പഴയ ഈ ടിപ്പു സുൽത്താൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനേക്കാളൊക്കെ ഈ 5 പേജിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ ഒരു പശ്ചാത്തലം, ആ പശ്ചാത്തലം ഒരുക്കിയിട്ടുള്ളത് പ്രമാവതിക്ക് കയറിക്കിടക്കാനുള്ള ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു തുടക്കം അവസാനിക്കുന്നത്, ആ ലേഖനത്തിൻ്റെ അവസാനം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മേപ്പടി കോമൻകാവിൻ്റെ പൊളിഞ്ഞു വീഴാറായ മേൽക്കൂരയ്ക്ക് കീഴെ ഓരം ചേർന്ന് ഒരു തരുണി ദിവസങ്ങൾ ഒറ്റയ്ക്ക് തങ്ങേണ്ടി വരുന്നു. ഇവിടെ തുടങ്ങുന്നു ആ കഥ, നായികയായ പ്രമാവതിയുടെ കഥ. അജിത്ത് പേടിച്ചതുപോലെ ഇത് ഒരു ഷെഡ്യൂൾ കൊണ്ടും ലാസ്റ്റ് ഷെഡ്യൂൾ കൊണ്ടും തീരൂല. അതുകൊണ്ട് ഇനിയും നമ്മൾ കാത്തിരിക്കുന്നു. ഒറ്റയാൻ്റെ സഞ്ചാരത്തിന് ജയശങ്കറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇവിടെ ഒരു നാടകകൃത്ത് എന്ന് മാത്രമേ എന്നെ അറിയൂ. പക്ഷെ ഞാൻ ആശംസകൾ അർപ്പിക്കാൻ പോകുന്ന ആള് ഒരു വേഴ്സറ്റൽ പേഴ്സണാലിറ്റിയാണ്, ബഹുമുഖ പ്രതിഭ. രാഷ്ട്രീയക്കാരനാണ്, നാടകക്കാരനാണ്, ചരിത്രകാരനാണ്, നോവലിസ്റ്റാണ്, കവിയാണ്, എന്തല്ല എന്ന് ചോദിച്ചാൽ മതി, എല്ലാമാണ്. അങ്ങനത്തെ ആളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ല ഞാൻ ആശംസിക്കുമ്പോൾ അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നും. ഏതായാലും ഈ നാടകത്തിനെ പറ്റി, ഇതിലെ രാഷ്ട്രീയത്തെ പറ്റിയും ഇതിലെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആശംസകൾ മാത്രം അർപ്പിക്കുന്നു. ഞാൻ ഏറ്റവും ഭാഗ്യമായി കണക്കൂടുക ഫറൂഖ് ജനിച്ചു എന്നുള്ളതാണ്. ഇത്രത്തോളം പുസ്തക പ്രകാശന ചടങ്ങിൽ തൊട്ടിട്ട് എത്രയോ ചടങ്ങുകൾ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിക്കുന്നത് ഈ ഫറൂഖ് ജനിച്ചുകൊണ്ടാണ്. ഇത്രയധികം പുസ്തക പ്രകാശന ചടങ്ങിലും അതിൻ്റെ ഭാഗമാക്കാനും പല കലാപരിപാടികൾ, സാഹിത്യ പരിപാടികളിലൊക്കെ പങ്കെടുക്കാനും കഴിഞ്ഞ ഈ ഫറൂഖ് ആയതുകൊണ്ട് മാത്രമാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ഇതിൽ പ്രത്യേകത ഞാൻ കാണുന്നത് വെച്ചാൽ ജയശങ്കറിനെ കുറിച്ചുള്ള പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ജയശങ്കർ പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ്. പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നതുകൊണ്ട് തന്നെ എതിർപ്പുകൾ ഒരുപാടുണ്ടാവും. അത്തരം എതിർപ്പുകൾ അവഹേളിക്കാനുള്ള ഒരു മനസ്സിലുള്ളവരായിരിക്കും അങ്ങനെ പറയുന്നതെന്നാണ് വിശ്വസിക്കുന്നത്. പലരും പേടിയാണ്, പല എഴുത്തുകാരന്മാർക്കും ചില കാര്യങ്ങളൊക്കെ പറയാൻ പേടിയാണ്. ചില സമൂഹത്തിന് ചുറ്റുപാടുള്ളവർ എന്ത് ചിന്തിക്കും, എന്തൊക്കെ പ്രതിബന്ധങ്ങൾ വരും, എന്തൊക്കെ പ്രതിസന്ധികൾ വരും എന്നൊക്കെ ചിന്തിച്ചിട്ട് പറയാതിരിക്കുന്നവരെ. പക്ഷെ ആ പ്രതിസന്ധികൾ സ്വന്തം രാശിയെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് മനസ്സിൽ തോന്നുന്ന ആശയത്തെ പ്രതിഫലിപ്പിക്കാൻ തൻ്റെ എഴുത്തിനെയും തൻ്റെ കലയെയും ഉപയോഗപ്പെടുത്തുന്ന ജയശങ്കറിന് ഒരുപാട് ഞാൻ എൻ്റെ റിസർച്ച് കോർഡിനേഷൻ്റെ കൂടി പ്രതിനിധിയാണ്. എല്ലാവിധ ആശംസകളും അല്ലെങ്കിൽ എല്ലാവിധ ഭാവങ്ങളും പുതിയ പുസ്തകങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ വാക്കുകൾ ചുരുക്കുന്നതായിരിക്കും ഏറ്റവും മഹത്തരമായ കാര്യം. ഈ മധ്യാഹ്നത്തിൽ അതുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ജയശങ്കർ. സാഹിത്യത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ സാമൂഹ്യ, സാംസ്കാരിക, കലാരംഗങ്ങളിലും സജീവമായി ഇടപെടുന്നു. ജയശങ്കറുടെ പുസ്തകത്തിനും എല്ലാ ആശംസകളും നേരുകയാണ്. ഒരു പുസ്തകം ജീവിക്കുന്നത് അത് വായിക്കപ്പെടുമ്പോഴാണ്. നമുക്കത് വായിക്കാം, ചർച്ച ചെയ്യാം. നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, എൻ്റെ പുസ്തകം ഇന്ന് വൈകിട്ടാണ് പ്രകാശനം ചെയ്യുന്നത്. അതൊരു ഏതാണ്ടൊരു 2 മാസം മുമ്പേ എടുത്തൊരു തീരുമാനമായിരുന്നു. ജയകിളി ഒരാഴ്ച മുന്നേ വിളിച്ചു, ശശി എനിക്കും പ്രസിദ്ധീകരിക്കണം, പ്രകാശനം ചെയ്യണം, ഇന്നേ ദിവസം മക്കൾ പോവാണ് കേട്ടോ. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മളെ അജിത്തേട്ടായിട്ട് നമ്മൾ സംസാരിച്ചു. അജിക്ക് കുറച്ചൊരു ഷോക്കൊക്കെ വന്നൊക്കെ സംശയം. പക്ഷെ അദ്ദേഹത്തിന് അസാമാന്യ ധൈര്യം തന്നെ. ഈ ശനിയാഴ്ച രാവിലെ ഇത്ര അധികം ആൾക്കാരൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ. അപ്പോൾ അജിയേട്ടൻ വിചാരിച്ചമാർ ഇദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഷെഡ്യൂൾ നല്ലത്. ഇയാൾ നട്ടുച്ച നേരത്തും അടുത്തൊരു പുസ്തകം, ഒരു സംശയവും വേണ്ട. ഈ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അതുപോലെ സദസ്സിലിരിക്കുന്ന ഞാൻ പരിചയമുള്ളതും പരിചയമില്ലാത്തതായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ.
ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ഇന്ന് ഈ മൈക്കിന് മുമ്പിൽ നിൽക്കുന്നത്. കാരണം മുന്നേ പ്രിപ്പയർഡ് അല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ സംസാരിക്കേണ്ടി വരും എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്നെ അറിയാത്തവരെ ഉണ്ടാവും ഇവിടെ, അതുകൊണ്ട് ഞാൻ എൻ്റെ പേര് പറയാണ്. അനു എന്നാണ് പേര്, അനു ശങ്കർ. ഞാൻ സൈക്കോളജിസ്റ്റാണ്. ഇപ്പം ഡൽഹിയിൽ ക്ലിനിക്കൽ സൈക്കോളജിയിൽ MPhil ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല, കാരണം ഞാൻ ഇന്നലെ രാത്രിയാണ് ഡൽഹിയിൽ നിന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പുസ്തകം എഴുതുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ ഈ പുസ്തകത്തിനെ കുറിച്ച് കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല, കാരണം ഞാനിത് വായിച്ചിട്ടില്ല. പക്ഷേ ഇത്രയും നാൾ എഴുതിയിട്ടുള്ള എല്ലാ പുസ്തകങ്ങളെക്കുറിച്ചും ഒരു വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് ഇത് വായിക്കുന്ന ഓരോരുത്തർക്കും ഒരു ഇമോഷണലി ഒരു കണക്ഷൻ ഈ പുസ്തകത്തോട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ പേഴ്സണലി പറയുമ്പം എൻ്റെ അച്ഛൻ എന്നുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, ഞാൻ ഒരുപാട് പ്രൗഡാണ്. കാരണം ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും എളുപ്പമല്ല അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉള്ളൊരു സമയം, അതുപോലെ തന്നെ സന്ദർഭം ഒക്കെ കണ്ടുപിടിക്കുക എന്നുള്ളത്. പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളിലും റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്ന് പറയുന്ന സാധനം നമ്മൾ തലയിലെ മുകളിൽ എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ല. അത് ചിലപ്പോൾ എഴുത്താവാം, അല്ലെങ്കിൽ വായനയാവാം, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കാര്യമാവാം. നമ്മളത് മാറ്റി വയ്ക്കും, പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ സമയം ഉണ്ടാക്കാറുണ്ട് എന്നുള്ളതാണ്. അതിപ്പോൾ നാടകമാണെങ്കിലും എഴുത്താണെങ്കിലും സംവിധാനമാണെങ്കിലും ഞങ്ങൾ ചിലപ്പം ചോദിക്കും അച്ഛനോട്, അച്ഛനൊന്നും കിട്ടുന്നില്ല അതിനകത്തുനിന്ന്, തിരിച്ചൊന്നും കിട്ടുന്നില്ല. നാടകമൊക്കെ ചെയ്യുമ്പോൾ പൈസ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ചിലവാണ്. അച്ഛൻ തിരിച്ചൊന്നും കിട്ടാതെ എങ്ങനെയാ അതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ചോദിക്കും. റീസെൻ്റ്ലി കൊല്ലം പോയി നാടകം കളിച്ചു, സമ്മാനം കിട്ടി. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ചിലപ്പോൾ സമ്മാനം കിട്ടും, ചിലപ്പോൾ സമ്മാനം കിട്ടില്ല. അപ്പം ഞങ്ങൾ ചോദിക്കും, അച്ഛ ഇത്രയും കഷ്ടപ്പെട്ട് അച്ഛൻ ഓരോ നാടകം കഴിയുമ്പോഴും പറയും, ഇതോടുകൂടി ഒക്കെ ഞാൻ നിർത്തി, ഇതോടുകൂടി ഞാൻ നാടകമൊന്നും ചെയ്യില്ല, നാടകം ഡയറക്ഷൻ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അടുത്ത നാടകം വരുമ്പം എന്താണെന്ന് അറിയാം, ഉള്ളിൽ നിന്നൊരു ത്വരയാണ് ഇത് ചെയ്യാനും ഇത് ഡയറക്റ്റ് ചെയ്യാനും ആൾക്കാരുടെ മുമ്പിൽ സ്വന്തം ഒരു വർക്ക് കാണിക്കാനൊക്കെ അച്ഛനൊരു ആവേശമുണ്ട്. അതിന് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണത്, ഞങ്ങളെപ്പോഴും കൂടെ നിൽക്കാറുമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കുമ്പം അച്ഛന് വേണ്ടി സമയം കണ്ടെത്തുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രൗഡായിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ ഓരോ ദിവസവും ഒരുപാട് പേഷ്യൻസിനെ കാണുന്ന ആളാണ്. രാവിലെ മുതൽ വൈകിട്ട് വരെ ആളുകളെ കാണുന്ന ആളാണ്, ആളുകളോട് സംസാരിക്കുന്ന ആളാണ്. അത്തരത്തിൽ നോക്കുമ്പം പലപ്പോഴും പലർക്കും മാനസികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇന്നത്തെ കാലത്ത് നേരിടുന്നുണ്ട്. അതിൻ്റെയൊക്കെ പ്രധാനമായിട്ട് ഒരു കാരണം എനിക്ക് തോന്നിയത് അവർക്ക് വേണ്ടി ജീവിക്കുന്നില്ല എന്നുള്ളതാണ്. അവരെപ്പോഴും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. മറ്റുള്ളവരെ കാണിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നത് പറയുന്നത് അവരുടെ ചെവി അങ്ങോട്ടാണ് പോകുന്നത്. അല്ലാതെ സ്വന്തം അല്ലെങ്കിൽ അതൊരു സെൽഫിഷ്നെസ് അല്ല. നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റി വെച്ചാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് ഒരു മുക്തി ഉണ്ടാവും എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളെയും വെച്ച് നോക്കുമ്പം എനിക്ക് ഒന്നേ പറയുള്ളൂ, ഐ ആം വെരി പ്രൗഡ്. ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഞാൻ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് നിന്ന് സംസാരിക്കുകയാണ്. ഇപ്പം ഞങ്ങളുടെ മൊത്തം ഫാമിലി ഇതിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നിന്ന് സംസാരിക്കുകയാണ്. അച്ഛൻ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ഒരു ദിവസം തിരഞ്ഞെടുക്കാനും അത് തന്നെ രാവിലെ ഈ പരിപാടി സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എല്ലാവരോടും പറഞ്ഞു സൂചിപ്പിച്ചു. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്ക് ആർക്കും അവകാശപ്പെടാനാവില്ലാത്ത ഒരു വൈകാരിക തലം എനിക്കുണ്ട്. അതായത് ഞാൻ 4ാം ക്ലാസ് പഠിച്ചത് ഈ ക്ലാസ് മുറിയാണ്. നമ്മൾ പഠിച്ച ക്ലാസ് മുറിയിൽ വെച്ചിട്ട് നമുക്ക് ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ പറ്റുക, സ്കൂളിൽ വെച്ച് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു നേട്ടമായിട്ടും ഭാഗ്യമായിട്ടൊക്കെയാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ഈ പുസ്തകം എന്നുള്ളത് നിങ്ങൾ വായിക്കണം. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിത് സമർപ്പിച്ചത് എൻ്റെ അയൽപക്കങ്ങൾക്ക് വേണ്ടിയാണ്, എൻ്റെ നാട്ടുകാർക്ക് വേണ്ടിയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പുസ്തകം എഴുതാതിരിക്കാനാവില്ല എന്ന്, ഇതെന്തായാലും എഴുതിയിരിക്കണം എൻ്റെ മനസ്സിനോട് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ എഴുതിയതാണ്. അപ്പോൾ അതുകൊണ്ട് അനിവാര്യമായ ഒരു എഴുത്താണ് എൻ്റെ എഴുത്ത് ജീവിതത്തിൽ ഇപ്പോൾ അവസാനം ഞാനിപ്പോൾ എഴുതി പുറത്തിറക്കിയിട്ടുള്ള ഈ പുസ്തകം. അപ്പോൾ അതുകൊണ്ട് ഇതിന്
അത്തരത്തിലുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ച് വെക്കുകയാണ്. നിങ്ങൾ എന്നോട് കാണിച്ചിട്ടുള്ള എല്ലാ സ്നേഹത്തിനും എല്ലാ ഐക്യത്തിനും ചേർന്ന് നിന്നതിനും ഒക്കത്തിനും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അത് നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതല്ല. നമുക്ക് ഇനിയുള്ള വഴികളിൽ നിങ്ങളുടെ ചുമലിൻ്റെ പിൻഭാഗത്ത് എന്തായാലും എൻ്റെ നിഴലുണ്ടായിരിക്കും എന്ന് മാത്രം ഉറപ്പ് തന്നുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു സമയത്ത് എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലുള്ള ബഹുമാനിയുടെ ഇന്നത്തെ നമ്മുടെ പരിപാടി പുസ്തക പ്രകാശനം പ്രിയ ഗദ്യകർത്താവിനോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ തുടക്കം തന്നെ ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് മുന്നേറിയിരിക്കുന്നത്. ആ സമയത്തൊക്കെ തന്നെ അദ്ദേഹത്തിന് ഈ സ്കൂളിൽ നടത്തുന്ന വിജ്ഞാനോത്സവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പരിപാടികളും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇവിടെ പറഞ്ഞു നാടകകാരൻ, കവിതാരചയിതാവ് ഒക്കെ ഈ സമയത്തൊക്കെ തന്നെ അദ്ദേഹം വിദ്യാർത്ഥികളുമായിട്ട് ഇടപഴകാനുള്ള ആ അവസരം അത് അതിൻ്റേതായ അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ചരിത്രകാരൻ ആണെന്ന് പറഞ്ഞു. ചരിത്രകാരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഫറോക്കിലെ ടിപ്പു സുൽത്താൻ കോട്ടയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതിന് രാത്രിയും പകലൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഒന്നിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകരചന. ഇതിനിടയിലും പല യാത്രകളെ കുറിച്ചൊക്കെ തന്നെ ഞങ്ങൾ ആലോചിക്കാറുണ്ട്. 2-3 യാത്രകളൊക്കെ തന്നെ ഇപ്പോൾ അടുത്ത് ആലോചിച്ച് കഴിഞ്ഞു. പക്ഷെ അത് നടന്നില്ല, സുന്ദരമായിട്ട് മുടങ്ങിപ്പോയി. ഇപ്പോൾ കാശ്മീർ വരെ പോകാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള ആലോചന പോലും നടക്കുന്ന അവസരമല്ല. ഏതായാലും ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ പരിപാടി നമുക്കിവിടെ ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ചത് നമ്മുടെ വായനക്കൂട്ടത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ അജിത് കുമാർ അവർകളാണ്. അദ്ദേഹത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ അധ്യക്ഷം വെച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷിയാസ് സാർ അവർകളാണ്. അദ്ദേഹത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പുസ്തകം ഇവിടെ പരിചയപ്പെടുത്തി സംസാരിച്ചത് സ്മിത പ്രമോദ് അവർകളാണ്. അവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ പുസ്തകം ഇവിടെ പ്രകാശന കർമ്മം നടത്തിയത് നമുക്കറിയാം ഫറോക്കിൻ്റെ പ്രിയ എഴുത്തുകാരനായിട്ടുള്ള ശ്രീ ശശീന്ദ്രൻ ഫറോക്ക് അവർകളാണ്. അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നത്. ഈ പുസ്തകം ഏറ്റുവാങ്ങിയത് ഈ സ്കൂളിൻ്റെ HM ആയിട്ടുള്ള പ്രിയ വർഗീസ് അവർകളാണ്. അവർക്കും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ ഇന്നിവിടെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചത് PP രാമേന്ദ്രൻ മാഷ്, P രാധാകൃഷ്ണൻ, VM കൃഷ്ണദാസ്, ബഷീർ മാസ്റ്റർ, PC ഹരീഷ് അവർകൾ, അനുശങ്കർ, ശശീന്ദ്രനാഥ് കോടമ്പുഴ. ഇവിടെ മറുപടി നൽകിയത് നമ്മുടെ ഗ്രന്ഥകർത്താവായിട്ടുള്ള ജയഗിരി അവർകൾ. ഇവർക്കെല്ലാം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ സ്കൂള് അനുവദിച്ച് തന്ന ഇതിൻ്റെ ഭാരവാഹികൾക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ പരിപാടി അവസാനിച്ചു.